മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഉടൻ ഇന്ത്യക്ക് കൈമാറും. നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പ്രത്യേക അന്വേഷണ സംഘം അമേരിക്കയിലെത്തി എന്ന വിവരവുമുണ്ട്. വിനിത വിജയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യക്ക് കൈമാറുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് റാണ സമർപ്പിച്ച അവസാനത്തെ അപേക്ഷയും അമേരിക്കൻ സുപ്രീം കോടതി തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ നടപടികൾ ഇപ്പോൾ വേഗത്തിലാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എപ്പോഴാണ് റാണയെ കൈമാറുക, എപ്പോഴാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുക? സ്മിത, അധികം വൈകാതെ തന്നെ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ മറ്റ് പേപ്പർ വർക്കുകളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയായതായിട്ടാണ് വിവരം. ഇനി മറ്റു ചില നടപടിക്രമങ്ങൾ കൂടിയാണ് പൂർത്തിയാക്കേണ്ടതായിട്ടുള്ളത്. ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. അതിനുശേഷം തഹാവൂർ റാണയെ, ഭീകരാക്രമണ കേസിൽ ഇന്ത്യ തേടുന്ന കുറ്റവാളിയാണ് തഹാവൂർ റാണ. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറും. അതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലായിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ NIA അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പ്രത്യേക അന്വേഷണ സംഘം അമേരിക്കയിൽ എത്തിയതായിട്ടും വിവരമുണ്ട്. തിഹാർ ജയിലിലോ ആയിരിക്കും തഹാവൂർ റാണയെ കൊണ്ടുവരിക എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇന്ത്യയിലെ 2 ജയിലുകൾക്ക് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും അറിയാൻ കഴിയുന്നുണ്ട്. ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ അടക്കം നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. സ്മിത പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമാണ് US സുപ്രീം കോടതി തഹാവൂർ റാണയുടെ ഹർജി തള്ളിയത്. ഇന്ത്യക്ക് കൈമാറരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു തഹാവൂർ റാണ US സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. താൻ പാകിസ്ഥാനിൽ ജനിച്ച മുസ്ലിം ആയതുകൊണ്ട് ഇന്ത്യക്ക് കൈമാറിയാൽ തനിക്ക് അവിടെ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വരും, ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹർജി തള്ളിയതോടുകൂടിയാണ് ഇപ്പോൾ ഈ അവസാനഘട്ട നടപടിക്രമങ്ങൾ വലിയ ഊർജിതമായി അവർ കൈകാര്യം ചെയ്തത്. അധികം വൈകാതെ തന്നെ ഇന്ത്യക്ക് കൈമാറും. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനാണ് തഹാവൂർ റാണ. 166 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണ കേസിന്റെ ഗൂഢാലോചനയിലടക്കം തഹാവൂർ റാണയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഈ മറ്റ് നടപടിക്രമങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോയത്. ഈ കേസിന്റെ തുടർ അന്വേഷണം അടക്കമുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ NIA കസ്റ്റഡിയിലേക്കായിരിക്കും വിടുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ കൂടി ഉണ്ടാവുക. സ്മിത, തഹാവൂർ റാണയെ ഉടൻ ഇന്ത്യക്ക് കൈമാറും. അതിന്റെ നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നാണ് വിനിത വിജി ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്.